ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്ന് കുറച്ച് ഷോപ്പിംഗ് ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. പൊതുവേ വൈഫിനുള്ള ഷോപ്പിങ്ങിനാണ് ഇറങ്ങണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് തന്നെയുള്ള ഷോപ്പിങ്ങിനാണ് ഞങ്ങൾ പോകുന്നത്. മെയിൻലി ഞാൻ ഒരു ജിമ്മിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അവിടെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രീത്തബിളും സ്ട്രെച്ചബിളും ആയിട്ടുള്ള ഡ്രസ്സ് വേണം. ആദ്യത്തെ സ്പോട്ട് നമ്മളുടെ സൂഡിയോ തന്നെയാണ്. കാരണം ഇവിടെ മറ്റുള്ള സ്ഥലങ്ങളിൽ ഒരു ജോഡി മേടിക്കണ കാശുണ്ടെങ്കിൽ ഇവിടെ ഒരു 2 ജോഡി മേടിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ വിചാരിച്ച പോലെ തന്നെ നല്ല 2 സെറ്റ് ഡ്രസ്സൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് H&Mലേക്കാണ്. H&Mൽ വൈഫിന് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയാണ് പോയത്. പക്ഷേ അത്ര നല്ല കളക്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ മേടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വൈഫിന് ലഞ്ച് ടൈം ആയപ്പോൾ ഒരു ആഗ്രഹം, നൂഡിൽസ് കഴിക്കണം, നല്ലൊരു അടിപൊളി നൂഡിൽസ് കഴിക്കണം. അങ്ങനെ ഞങ്ങൾ ബാങ്കോക്ക് കഫേയിലേക്കാണ് പോയത്. പക്ഷേ അവിടെ നിന്ന് എന്തോ അവർ ബാങ്കോക്ക് കഫേ അവിടെ പൂട്ടിയിട്ട് വേറെ പനമ്പള്ളിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ അത്രയും ദൂരം കൂടെ പോകാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അടുത്ത സ്പോട്ട് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവളുടെ അടുത്തൊന്നും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷേ ഞാൻ പറഞ്ഞു, ഒരു സ്പെഷ്യൽ സാധനം നിനക്ക് മേടിച്ചു തരാം. എന്തായാലും നിനക്ക് നൂഡിൽസാണ് ആദ്യത്തെ ഇഷ്ടം എന്നെനിക്കറിയാം. പക്ഷേ നിനക്ക് അതുപോലെ തന്നെ ഇഷ്ടമുള്ള മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണ് ഞങ്ങൾ നമ്മളുടെ എടപ്പള്ളിയിലുള്ള തലപ്പാക്കട്ടി ഡിണ്ടിഗൽ ബിരിയാണീൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് പോയത്. ഒരു തവണ ഞങ്ങളുടെ ഒരു യാത്രയിൽ കോയമ്പത്തൂർ പോകുന്ന വഴി ഇത്തരത്തിൽ ഒരു തലപ്പാക്കട്ടി ബിരിയാണി കിട്ടുന്ന കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെ നിന്ന് കഴിച്ച അതേ ഡിണ്ടിഗൽ ബിരിയാണിയുടെ ടേസ്റ്റാണ് ഇവിടെയും കിട്ടിയത്. ഒരു ബിരിയാണി മേടിച്ച് കഴിഞ്ഞാൽ ഏകദേശം 2 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ ഞങ്ങളൊരു കാരമൽ പുഡിങ് മേടിച്ചായിരുന്നു അവിടെ നിന്ന്. സാധാരണ എൻ്റെ വൈഫിന് മധുര പലഹാരങ്ങളോടും പുഡിങ്ങുകളോടൊന്നും വലിയ താല്പര്യമില്ലാത്തതാണ്. പക്ഷേ ഇന്ന് മേടിച്ച പുഡിങ്ങിൻ്റെ പകുതിയും തിന്നു തീർത്തത് അവൾ തന്നെയാണ്. പിന്നെ എടപ്പള്ളി വന്നറിയാലോ, ലുലു മാളിൽ കയറാതെ ഒരു മടക്കില്ല. കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളുടെ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഭാഗമായിട്ട് TV എക്സിബിഷനും കാര്യങ്ങളൊക്കെയാണ്. തലപ്പാക്കട്ടി ബിരിയാണി കഴിച്ച് വന്നതുകൊണ്ട് തന്നെ വൈഫ് ഒരു അരമണിക്കൂർ കാറി കിടന്ന് ഉറങ്ങിയ കാരണം തന്നെ ആൾക്കൊരു ചെറിയ ക്ഷീണം. എന്നാൽ ഒരു സ്ട്രോങ് കാപ്പി തന്നെ കുടിച്ചേക്കാം എന്ന് പറഞ്ഞു. ഈയിടെയായിട്ട് അവൾക്ക് കാപ്പി ആയാലും ചായ ആയാലും കുടിക്കുമ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്നാണ് അവളുടെ മെയിൻ ആഗ്രഹം. എവിടെ നിന്ന് കിട്ടിയാണോ ഈ ആഗ്രഹം? കാരണം പണ്ടൊക്കെ ഞങ്ങൾ പോകുമ്പോൾ എനിക്കാണ് ഫ്രഞ്ച് ഫ്രൈസ് കൊതിയും കാര്യങ്ങളൊക്കെ. അന്നൊക്കെ എന്നെ ഒരു കാര്യവശാലും ഫ്രഞ്ച് ഫ്രൈസ് മേടിക്കാൻ സമ്മതിക്കാത്ത ആൾ ഇന്ന് ഫ്രഞ്ച് ഫ്രൈസ് പ്രേമം കൊണ്ടാണ് നടക്കുന്നത്. അങ്ങനെ ലുലുവിലേക്ക് വന്ന മെയിൻ ഉദ്ദേശം നമുക്ക് ഒരു ചെരുപ്പ് മേടിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ലൊരു അടിപൊളി ചെരുപ്പ് മേടിച്ചു തരണം എന്നാണ് എൻ്റെ വൈഫിൻ്റെ ആഗ്രഹം. സാധാരണഗതിയിൽ ഞാനൊരു 500 തൊട്ട് 1000 രൂപ വരെ ഉള്ള ചെരുപ്പിൽ മേലെ ഞാൻ പോവാറില്ല. അപ്പോൾ എന്തായാലും വൈഫിൻ്റെ ഒരു ആഗ്രഹമല്ലേ, നടത്തി കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെയൊന്നും ഞാൻ പെട്ടെന്ന് മേടിക്കില്ല. നല്ല ഡ്യൂറബിളും അത്യാവശ്യം നല്ല സുഖമുള്ള ചെരുപ്പ് മാത്രമേ ഞാൻ മേടിക്കുള്ളൂ. അല്ലാതെ ചുമ്മാ കാശ് കൊണ്ട് കളയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. സ്കെച്ചേഴ്സ്, റീബോക്ക്, നൈക്ക്, ബ്രിക്ക് ആൻഡ് സ്റ്റോക്ക് എന്നീ എല്ലാ സാധനങ്ങളിലും കയറിയിട്ട് ഒരു അടിപൊളി ചെരുപ്പ് മേടിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഹഷ് പപ്പീസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ശ്രദ്ധിച്ചത്. ഇത് നമ്മളുടെ വരുന്ന സമയത്ത് മനസ്സിലുണ്ടായിരുന്നില്ല. പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല സുഖവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്നാലും അത് വെയിറ്റ് ചെയ്യിപ്പിച്ച് ഒരുവിധം എല്ലാ കടയിലും പോയി എല്ലാം ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് സംഭവം മേടിച്ചത്. സെലക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സന്ധ്യയായി. എന്നാൽ അത്താഴവും കഴിച്ചാവാം മടക്കം. വരുന്ന വഴി പല റീലുകളും കാര്യങ്ങളൊക്കെ എടുക്കാൻ പ്ലാൻ ചെയ്തെങ്കിലും ഇന്നത്തെ ചെരുപ്പ് സെലക്ഷനും ഡ്രസ്സ് സെലക്ഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് മറ്റൊന്നിനും സമയമില്ലാതെ. ഈ കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.